സുന്ദരീസ്, എൻ്റെ ഫേസ് ഉണ്ടോ അത്യാവശ്യം നല്ല ഓയിലി ആയിട്ടാണ് കേട്ടോ ഇരിക്കണം. കാരണം ഞാൻ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇട്ടിട്ട് കുറച്ച് കഴിഞ്ഞ് അത്യാവശ്യം പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ സ്കിൻ കുറച്ച് ഓയിലി ആയിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഈ കാൻഡി ബെല്ലയുടെ ഈ ഒരു ജെൽ കോമ്പാക്ട്. ഇത് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഞാൻ കാണിച്ചിട്ടുള്ള ഷെയ്ഡ് വന്നിട്ട് ഇതാ ഈ ഒരു ബ്ലൂ കളറിലുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ 2 ഷെയ്ഡ്സിലും ഇത് അവൈലബിൾ ആണെന്ന്. ഷെയ്ഡ് എന്ന് പറയാനുള്ളതില്ല കേട്ടോ. ഏത് ഉപയോഗിച്ചാലും പ്രത്യേകിച്ചൊരു കവറേജോ അല്ലെങ്കിൽ ഒരു കളറോ ഒന്നും തന്നെ തരുന്നില്ല. പക്ഷെ ഡിഫറെൻറ്റ് കളേഴ്സിൽ അവർ ഇറക്കിയിട്ടുണ്ടെന്ന് മാത്രം. കാണാനുള്ള ഒരു ലുക്ക് അത്ര മാത്രമേ എനിക്ക് വ്യത്യാസം ഫീൽ ചെയ്തുള്ളൂ കേട്ടോ. ഈ ഒരെണ്ണം ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ലേ, ഞാൻ അത് കാണിച്ചു തരാൻ വേണ്ടി മാറ്റി വെച്ചതായിരുന്നു. അതായത് ഇതിൻ്റെ ഒപ്പം തന്നെ സ്പഞ്ച് അവൈലബിൾ ആണ്. ഇത് വെച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഈ ഭാഗം സെറ്റ് ചെയ്ത് നോക്കാം. ഇൻസ്റ്റൻ്റ്ലി തന്നെ കണ്ടോ ആ ഒരു മാറ്റ് ഫിനിഷ് തരുന്നത്. ഈ ഒരു ഭാഗവും തമ്മിൽ നല്ലൊരു ഡിഫറൻസ് ഇല്ലേ? പക്ഷെ ഒരു കവറേജ് ഒന്നുമില്ല, എന്നാൽ നല്ലൊരു സ്മൂത്ത് എഫക്റ്റ് തരുന്നുണ്ട്. ഈ ഒരു ഷൈനും തമ്മിൽ വ്യത്യാസമില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ സ്കിൻ ഡ്രൈ ആക്കണമെന്നുള്ളതല്ല കേട്ടോ. ഒരു സ്മൂത്ത്നെസ് ഉണ്ട്, ഒരു ഗ്ലോ തരുന്നുണ്ട്. എന്നാൽ ആ ഒരു ഓയിലി ഫീൽ ഉണ്ടല്ലോ കാണാനായിട്ടും, അതേപോലെ നമുക്ക് ഒരു ചിപ്പി ഫീൽ ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ്ലി മാറ്റും കേട്ടോ. ഇനി നമുക്ക് മേക്കപ്പിൻ്റെ മീതെ യൂസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് കൺസീലർ യൂസ് ചെയ്ത് നോക്കാം. മേക്കപ്പിൻ്റെ മീതെ ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആവുന്നില്ലേ? ഇങ്ങനെ ഇതാ പ്രോഡക്റ്റ് എടുത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് തിരിച്ച് എഗെയിൻ നമ്മൾ പ്രോഡക്റ്റ് എടുക്കുമ്പോഴേക്കും കുറച്ച് മേക്കപ്പ് ഇതിലേക്കാവും. അതാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ സാധാരണ നമ്മുടെ മേക്കപ്പ് സ്പഞ്ച് ഇല്ലേ, അത് വെച്ചിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴും എനിക്ക് വർക്ക് ആവുന്ന പോലെ തോന്നി. അപ്പം ഇത്ര കണ്ടും മേക്കപ്പ് തിരിച്ച് ഇതിലേക്ക് ആവുന്നുമില്ല കേട്ടോ. ഓൾറെഡി നമ്മൾ ഈ ഭാഗത്ത് ജെൽ കോമ്പാക്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മീതെ നമുക്ക് കൺസീലർ യൂസ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഏത് ബേസ് പ്രോഡക്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല. സ്റ്റിൽ ഇത് അടിപൊളിയായിട്ട് വർക്ക് ആവുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ലാസ്റ്റിംഗ് നോക്കുകയാണെങ്കിൽ എനിക്കൊരു 5 hours 6 hours ഒക്കെ നല്ല അടിപൊളിയായിട്ട് കൂളായിട്ട് ലാസ്റ്റ് ചെയ്തു കേട്ടോ. എനിക്കതൊരു അങ്ങോട്ട് ഇങ്ങോട്ട് നീങ്ങിപ്പോയി അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല. എനിക്ക് തോന്നുന്നു ആക്നെ പ്രോൺ സ്കിന്നുള്ളവർക്ക് ട്രിഗർ ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ഒരു സിലിക്കൺ കൈൻഡ് ഓഫ് പ്രോഡക്റ്റ് അല്ലേ ഇത്. അപ്പം ഇത് 3-ൽ ഏത് മേടിച്ചാലും ഒരേ പെർഫോമൻസ് ആണ് കേട്ടോ. വിലയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഒരു 100 രൂപയുടെ ഒക്കെ ഒരു ഡിഫറൻസേ ഉള്ളൂ കേട്ടോ. അപ്പം ഇതിൽ ഏത് മേടിച്ചാലും നല്ലതായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം ഇത് ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് റിവ്യൂ എന്നുള്ളത് എന്തായാലും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ പ്രോഡക്റ്റ് ടാഗ് ചെയ്യാം കേട്ടോ.